നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പഠിക്കുന്ന കാലത്തെ മോൾ ആ പയ്യനെ ഇഷ്ടപ്പെട്ടതാ. അവന്റെ കമ്പനിയുടെ 25% ഷെയർ നമ്മളെ വാങ്ങിയത്. കൊള്ളാം. പക തീർക്കാൻ വന്നവൾ മകളെ ആ കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിടാൻ തയ്യാറാവുന്നു. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് വർമ്മ സാർ ഒന്ന് പറഞ്ഞതാ. ഇവള് കൈത്തണ്ട മുറിച്ചത് കണ്ടിട്ടാ എന്റെ പക മനസ്സിലടക്കി വെച്ച് ഞാൻ ആ വീടിന്റെ പടി കയറിയത്. ഞാൻ എന്തിനാ തിരിച്ചു വന്നേന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അവർ ഈ ആലോചന 2 കൈ നീട്ടി സ്വീകരിച്ചു. അടുത്ത മാസം നല്ലൊരു മുഹൂർത്തമുണ്ടെന്ന് വരെ അവരറിയിക്കുകയും ചെയ്തു. അതെ, ഞായറാഴ്ച വർമ്മ സാറിനെ വന്നു കണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തു. എന്ത് തീരുമാനവും വർമ്മ സാറിന് എടുക്കാം. ഇനി എനിക്കിത് ഒറ്റയ്ക്ക് താങ്ങാൻ വയ്യ. ഡാഡിയോടുള്ള സ്നേഹവും ബഹുമാനവും വെച്ച് ഞാനൊന്ന് പറയട്ടെ. സഞ്ജു എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായില്ലെങ്കിൽ പോലും ആദ്യം നല്ല ആരുമായി ഞാൻ വിവാഹത്തിന് തയ്യാറാവില്ല. സഞ്ജുവുമായി വീണ്ടും ഒരു റിലേഷൻഷിപ്പ് പ്രതീക്ഷിച്ചല്ല ഞാൻ ഈ നാട്ടിലേക്ക് വന്നത്. നിങ്ങൾ എനിക്ക് സമാധാനം തരാഞ്ഞിട്ടാ. ആഗ്നേയ ഗ്രൂപ്പ്സിന്റെ നാളത്തെ MD ഒരു ലോക്കൽ ബിസിനസ്സുകാരൻ. വർമ്മയ്ക്ക് നീ തലയുയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയുമോ? ഇതിനേക്കാൾ ഭേദം നീ വിവാഹം കഴിക്കാതിരിക്കുന്നതാ. എന്റെ മോൾ ഇത്രയും തരം താഴ്ന്നു പോകുമെന്ന് ഞാൻ കരുതിയില്ല. വർമ്മ സാർ, സാർ ഇതൊന്ന് നോക്കണം. ഇതാണ് സഞ്ജന കണ്ടുപിടിച്ച പയ്യൻ. ഇതാരാണെന്ന് കൂടി വർമ്മ സാർ അറിയണം. ഇവനാണോ? യെസ് ഡാഡി, സഞ്ജയ് പണിക്കർ. ഡാഡിക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടിട്ട് ഡാഡി പറ, ഒരു ലോക്കൽ ബിസിനസ്സുകാരനെയാണോ ഡാഡിയുടെ മോൾ ആഗ്രഹിക്കുന്നതെന്ന്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച യുവ ബിസിനസ്സുകാരനുള്ള അവാർഡ് അവനായിരുന്നു. യെസ്, ഞാൻ ഓർക്കുന്നുണ്ട്. വർമ്മ സാറിന്റെ മോക്ക് തെറ്റുപറ്റില്ല. ഇവിടെ ഒതുങ്ങിക്കൂടേണ്ടവനല്ല അവൻ. ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഡാഡിക്ക് വാശി ഉണ്ടായിരുന്നുള്ളൂ. ഡാഡി ഇപ്പൊ ഹാപ്പിയാണ് മോളെ. എന്റെ മോളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. താങ്ക് യു ഡാഡി. ലവ് യു ഡാഡി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.